അവിടെ ചെന്നപ്പം എനിക്കതൊരു പുതിയ അനുഭവമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം അത് ഫേസ് ചെയ്യണമുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്. അപ്പം ഏകദേശം ഞാനും മേശയ്ക്കപ്പുറവും ഇപ്പുറവും എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റണമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അവരിനി എന്നെ വേറെ പ്രശ്നമല്ല, ഞാനിനി ഒരു ശല്യമാവോ എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളങ്ങനെ എപ്പോഴും വിളിക്കുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും, വേണമെങ്കിൽ എടുക്കാതാവും. അതിരടിയുടെ സമയത്തും അയ്യോ പിന്നെ എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഇതുപോലെ ആളുടെ നിന്ന് നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ട് എവിടെ ബേസിലൊക്കെ ഇടാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് ബേസിലിനെ കാണുന്നത്, ഇനി എപ്പോൾ കാണുന്നത്. വ്യസന സമേതം ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കുറേ ട്രോളന്മാരത് ഏറ്റെടുത്തു, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് നടിയും നാടക പ്രവർത്തകയുമായ ശ്രീമതി റീന ഇന്ദ്രായണിയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും. കാര്യം വാഴ നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വാഴ 2 അതിലെ പ്രിൻസിപ്പലിൻ്റെ വേഷം സിസ്റ്റർ ഡോണ മറിയ, അതാ ഇത്തിരി കടുപ്പക്കാരിയായ ഡോണ മറിയ സിസ്റ്ററിൻ്റെ തകർത്ത് ഓടുന്നുണ്ട്. വാഴയുടെ കാര്യങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു പോകാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് സമയങ്ങളിലായിരുന്നു എനിക്ക് വാഴയുടെ ഷൂട്ട്. വാഴയ്ക്ക് മുന്നേ ഞാൻ അവരുടെ തന്നെ പ്രൊഡക്ഷനിൽ വ്യസന സമേത ബന്ധുമിത്രാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ചെയ്തായിരുന്നു, ബിപിൻ ദാസിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് അവർ തന്നെ വാഴയ്ക്ക് എന്നെ വിളിക്കുന്നത്. ആദ്യം ഇങ്ങനെ ഒരു സിസ്റ്ററാണ്, കുറച്ച് പ്രശ്നമുള്ള സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞു. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. അവിടെ ചെന്നപ്പം എനിക്കതൊരു പുതിയ അനുഭവമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം അത് ഫേസ് ചെയ്യണമുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്. അപ്പം ഏകദേശം ഞാനും മേശയ്ക്കപ്പുറവും ഇപ്പുറവും എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റണമുണ്ടായിരുന്നു. അതായത് മേശയ്ക്കപ്പുറത്തിരിക്കുന്ന പ്രിൻസിപ്പൽ ഇപ്പുറത്തിരിക്കുന്ന രക്ഷിതാവും തിരിച്ചാണ്. അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ മോനും ഇതുപോലെ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം ഈ പ്രായമാണല്ലോ, ഇതേ സെയിം ഇതാണ്. അപ്പം എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റണമുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് വലിയ പ്രയാസം തോന്നിയിട്ടില്ലായിരുന്നു. ഞാനത് എപ്പോഴും വിപിൻദാസിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്. പക്ഷേ അത് ഒരുപാട് കുട്ടികളത് ഏറ്റെടുത്ത് ട്രോളായിട്ടും ഒക്കെ പോയി. പിള്ളേർക്ക് ഒരുപാട് കണക്റ്റഡായി, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒക്കെ. കുട്ടികളാണ് അത് കൂടുതലും പ്രിൻസിപ്പാളിനെയും ബാക്കി ടീച്ചേഴ്സിനെയൊക്കെ എടുത്തിട്ടുള്ളത്. ഈ സാധാരണഗതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ് ഈ വാഴയുടെ കൂടുതൽ പ്രേക്ഷകരും. എന്നാൽ ചെറുപ്പക്കാർ മാത്രം എന്ന് പറയാൻ പറ്റില്ല, മുതിർന്ന ഒരുപാട് ആൾക്കാർ എന്നെ വ്യക്തിപരമായി വിളിച്ച് പറഞ്ഞു വാഴ കാണണം കേട്ടോ, വാഴ കാണണം. അതിനകത്ത് അവർക്ക് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞാൽ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ബാല്യത്തിൽ, അവരുടെ കൗമാരത്തിൽ അവരനുഭവിച്ചു പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് വാഴ എടുക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ നേരിടുന്നതായും ഫീൽ ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് പേർക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും തിയേറ്ററിൽ ഇത് 200 കോടി ക്ലബിലോട്ട് കയറി ഇഷ്ടംപോലെ ജനങ്ങളത് ഏറ്റെടുത്തില്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ, അതായത് മൂത്രപ്പുരയിൽ പേരെഴുതി വെക്കുക, അങ്ങനെ ഇല്ലാത്തൊരു സ്കൂൾ മൂത്രപ്പുര ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അല്ല, ഇപ്പോഴും ഉണ്ട്. എൻ്റെ മോൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവന് അവസാനം പഠിച്ച സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പ്ലസ് 1 പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഒരു മൂത്രപ്പുരയിൽ വെച്ചിട്ട് അടിയുണ്ടാക്കി സ്കൂൾ തുറന്ന് 5ാമത്തെ ദിവസം വീട്ടിൽ ഒരാഴ്ച ഇരിക്കാൻ പറഞ്ഞു. ആദ്യം ഒരാഴ്ചയെന്നല്ല, അവർ വിളിക്കുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ യൂണിഫോമൊക്കെ പുതിയതെടുത്തു, പുതിയ സ്കൂളിൽ ചേർത്തു, പൈസ കുറേ പോയി, എന്താവും ഒന്നും അറിയില്ല, അവർ TC തന്നു വിടും. ഇതേ സെയിം ഇതാണ് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതേ സെയിം മൂത്രപ്പുരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റിലെയും CBSEയിലെയും കുട്ടികൾ തമ്മിൽ അടിയുണ്ടായിട്ട് സെയിം. ഞാൻ ഒരാഴ്ചയോളം അവർക്ക് പ്രശ്നവുമില്ല, ഒരാഴ്ച വീട്ടിലിരുന്നതിലൊന്നും അവനൊരു പ്രശ്നവുമില്ല. പിള്ളേർക്ക് അടിവെക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണെന്ന് തോന്നുന്നില്ലേ? ഈ പറഞ്ഞ പോലെ സംഘം ചേർന്ന് കഴിയുമ്പം, കൂട്ടം ചേർന്ന് കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം. ഇതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു രക്ഷിതാവായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര അങ്ങനെ ആവണം ഏകദേശം. കാരണം ആ ഒരു ഇതിൽ നമ്മൾ എടുത്താലേ ഇത് നടക്കുള്ളൂ. നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ പറ്റില്ല. രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക്, അതൊരു ആക്ടർ എന്നുള്ള നിലയ്ക്കോ? ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും ഡൗൺ ആവാറില്ല. രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും ഡൗൺ ആവാറുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കഥാപാത്രത്തെ സംവിധായകനോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തോ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ കൂടെ ഓടിയത്?
അത് ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് അത്രയും ഒരുപാട് അങ്ങനെ പാടായിട്ട് തോന്നിയിട്ടില്ല. ഈ ക്യാരക്ടർ ഞാൻ എല്ലാ ക്യാരക്ടറും ഞാൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ പറയുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലിട്ടേക്കും. ഞാൻ ചുറ്റും കാണുന്ന ആൾക്കാർ, അവരുടെ അനുഭവങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എല്ലാം അതെനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമാണ്. അപ്പം മാനറിസങ്ങളും എല്ലാം ഞാൻ ചെയ്യാറ്. അങ്ങനെ ഞാൻ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അത് വ്യക്തമാണ്. ഫാലിമിയിലെ എന്താണ് ഉഷമാമി വളരെ കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷെ അത് നോട്ടീസ് ചെയ്യപ്പെട്ടത് ആ സംഭാഷണവും ബോഡി ലാംഗ്വേജും ഒറ്റ സീനേ ഉള്ളൂ. ആ ബോഡി ലാംഗ്വേജും ആ സംഭാഷണവും ആ നോട്ടവും ആ ഭാവവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആൾക്കാർക്ക് വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ടെൻഷൻ അങ്ങോട്ട് അടിക്കൂല. നേരത്തെ ഇങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്ന സമയത്ത് ഞാനൊന്ന് അത് മനസ്സിലിട്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ആയിരിക്കും. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ, അങ്ങനത്തെ ചേച്ചിമാരുണ്ട്. ജീവിതത്തിൽ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാർ, അവരെയൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അവരെങ്ങനെ നടക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഞാനതിട്ടിട്ട് തന്നെയാണ് അത് എൻ്റെതായിട്ടുള്ള വെർഷനിൽ ഞാൻ ചെയ്യും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ നിരീക്ഷിക്കും പോലെ അല്ല, തിയേറ്ററിൽ നമ്മൾ നിരീക്ഷിക്കാനും കൂടെയാണ് അഭ്യസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം തിയേറ്ററിൽ നിന്നുകൊണ്ട് മറ്റു മനുഷ്യരെ കാണുക, അവരുടെ മാനറിസങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ശരീരഭാഷ മനസ്സിലാക്കുക, ഇതൊക്കെ വല്ലാത്തൊരു പ്രക്രിയയാണ്. അതിലൂടെ കടന്നു പോകുന്നവർക്ക് അതിനുണ്ടാകുന്ന ഒരു എക്സ്പെർട്ടൈസും ഉണ്ട്. അത് എത്രത്തോളം നമ്മുടെ ഈ അഭിനയ കരിയറിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? എങ്ങനെയായിരുന്നു തിയേറ്റർ കാലം, ആ എക്സ്പീരിയൻസ്? തിയേറ്റർ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 17 വയസ്സിൽ, എൻ്റെ ചെറിയ തൊട്ട് 17 വയസ്സ് തൊട്ട് ഞാൻ തിയേറ്റർ ചെയ്ത് തുടങ്ങി. പിന്നെ തിയേറ്റർ തന്നെയായിരുന്നു ഞാൻ, വേറെ ഒന്നും ഞാൻ പഠിത്തം ഒന്നും ഇതാക്കിയില്ല. തിയേറ്റർ ആദ്യമൊക്കെ എനിക്കൊരു രസം, വെറുതെ ഒരു രസം, നാടകം ചെയ്യാം, എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അങ്ങനെ മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ ഇതിപ്പം എൻ്റെ മാമൻ അഭിനയ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു അമച്ചർ, അന്ന് അറിയപ്പെടുന്ന, ഇപ്പം കുറച്ച് കുറവാണ് അഭിനയിൽ നാടകങ്ങൾ ചെയ്യുന്നത്. അഭിനയ എന്നുള്ള പേര് കൂട്ടി പറയുന്ന ആൾക്കാർ പലരും ഉണ്ട്, അഭിനയ അറിയപ്പെടുന്ന ഒരു പാർവതി ചേച്ചി, കനി, ഒരുപാട് ആൾക്കാർ, സിജിയൊക്കെ അഭിനയ വഴി വന്നിട്ടുള്ളതാണ്, സിനിമയിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ തുടക്കത്തിലായിരുന്നു ഞാൻ, 92 മുതൽ ഞാനുണ്ടായിരുന്നു. അപ്പം അന്ന് സ്ത്രീകൾ കുറവുമായിരുന്നു അഭിനയിൽ. അപ്പോൾ എൻ്റെ അമ്മാവനും ഡി രഘുത്തമൻ, എൻ്റെ അമ്മാവൻ എസ് അജയൻ എന്ന് പറയും, മരിച്ചുപോയി ആൾ, റൈറ്ററാണ്, ഡയറക്ടറായിരുന്നു. അപ്പം ആൾ വഴിയാണ് ഞാൻ വരുന്നത്, അമ്മയുടെ അനിയനാണ്. അപ്പം എനിക്കത് വീട് പോലെ തന്നെയായിരുന്നു. വീട്ടിൽ ഞാൻ സത്യം പറഞ്ഞ് രാത്രി കിടക്കാൻ മാത്രം വരും, രാവിലെ പോവും. അപ്പം എനിക്കത് ആദ്യമൊന്നും ഞാൻ ഒട്ടും സീരിയസ് അല്ല. അഭിനയിൽ പല പല വർക്ക്ഷോപ്പുകൾ പുറത്തു നിന്നൊക്കെ, ഡൽഹിയിൽ നിന്നൊക്കെ NSD എന്നൊക്കെ വന്ന്, ഹെഡ് NSDയിലെ തന്നെ പല ആൾക്കാരും വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. കവാല സാറിനെ പോലുള്ള അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ക്ലാസ് എടുക്കാൻ വരാറുണ്ടായിരുന്നു. 10 ദിവസത്തെ തിയേറ്റർ വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കും. എനിക്ക് ആദ്യമൊന്നും ഞാൻ ഒട്ടും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. ഇതൊക്കെ എന്താണ് ഇതൊക്കെ, കാരണം ഞാനൊരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് ജീവിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നാടകമൊക്കെ പഠിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതും ഇല്ല, ഒരു പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇത് വെറുതെ അങ്ങ് ചെയ്താൽ പോരാ, കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം ചെയ്യുമ്പോഴത്തേക്ക്. ഈ തിയേറ്റർ, അമച്ചർ തിയേറ്ററും പ്രൊഫഷണൽ തിയേറ്ററും വ്യത്യാസമുണ്ടല്ലോ. അമച്ചർ തിയേറ്ററിൽ അന്ന് പിന്നെ പൈസയൊന്നും നമുക്ക് കിട്ടില്ല. പ്രൊഫഷണൽ നാടകത്തിൽ പോയാൽ അന്ന് പൈസ കിട്ടും. അമച്ചർ നാടകം കൊണ്ട് അങ്ങനെയും ഒരു ഇതുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, നാടകം ചെയ്യാൻ ഇഷ്ടമായിരുന്നു അന്നേ. അങ്ങനെയാണ് ഞാനങ്ങ് അഭിനയിൽ തന്നെ ചെയ്തു, നാടകങ്ങൾ ചെയ്തു, ഒരുപാട് നാടകങ്ങൾ ചെയ്തു. എനിക്കൊന്നും 10-20ഓളം നാടകങ്ങൾ ഞാൻ ചെയ്തു. 20 കൂടുതലും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് എനിക്കൊരു ഞാൻ ചെയ്ത ഞാൻ ചെയ്ത നാടകങ്ങളൊക്കെ അത്യാവശ്യം നല്ല നാടകം, ഗിരീഷ് കർണാടിൻ്റെ ഫയർ ആൻഡ് റെയിൻ, അങ്ങനെയൊക്കെയുള്ള സക്കാറാം ബൈൻഡർ, വിജയ് ടെൻഡുൽക്കറിൻ്റെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല ടെക്സ്റ്റുകൾ ആണ് നാടകമാക്കി ചെയ്തിട്ടുള്ളത്. അതൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും അതിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഗ്യാപ്പ് വന്നു, നാടകം ഒക്കെ എല്ലാം വിട്ടു. ഞാൻ കുറച്ച് ഫാമിലി ആയിട്ട് കുറച്ചൊന്നും ഒതുങ്ങി, മോനൊക്കെ ആയതിന് ശേഷമാണ് തിരിച്ച് വന്നപ്പം പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് സ്ട്രീറ്റ് പ്ലേയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിം ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു മേഖലയാണ് ഞാൻ സിനിമ ചെയ്യുമെന്നോ ഒരിക്കലും. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ, നാടകം വരുമ്പോൾ. ഞാനൊരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, മകളെന്ന് പറഞ്ഞൊരു ദൂരദർശനിൽ, കണ്ണൻ സാറിൻ്റെ ദൂരദർശനിലെ അന്ന് ന്യൂസ് വായിക്കുന്ന കണ്ണൻ
സന്തോഷ് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറായിരുന്നു ദുരിത സാറിൻ്റെ ഒരു ടെലിഫിലിം. അതൊക്കെ എനിക്ക് ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പം ആ ഒരു പേടിയൊക്കെ. അതുകൊണ്ട് എനിക്ക് സിനിമയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലത് സിനിമയിൽ നമ്മളൊക്കെ വിളിക്കുമോ എന്നൊക്കെയുള്ള ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യമാണ് സിനിമ. എന്നിട്ട് സിനിമ വിളിച്ചല്ലോ, അതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയോ വന്നതാണ്. എന്തൊക്കെയോ വർക്കുകൾ കണ്ട് ഷോർട്ട് ഫിലിമൊക്കെ കണ്ടറിയാതെ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞു, അല്ല അന്താക്ഷരി, ബിപിൻ ദാസിൻ്റെ തന്നെ അന്താക്ഷരി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം. അതിൽ ഞാനൊരു ചെറിയ സീന് ചെയ്തു വന്നു പോയി. അത് സത്യം പറഞ്ഞാൽ ആരാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് പോലും സൈജു കുറുപ്പിൻ്റെ. അപ്പം ആരാണത് ചെയ്യുന്നതെന്നോ ഒന്നും അറിയില്ല. അവർ വിളിച്ചു, ഞാൻ പോയി. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആരോ ആണ് എന്നെ വിളിച്ചതെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാദീശോ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, ഇത് പ്രദീപ് ചെറിയാൻ, ജോൺ എബ്രഹാം സാറിൻ്റെ സിസ്റ്ററിൻ്റെ മോൻ ആൾ ചെയ്തൊരു, അത് നല്ല ഒരു ക്യാരക്ടറാണ്. അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫാലിമി വന്നത്. ഫാലിമിയാണ് എന്നെ കാലം തെളിഞ്ഞു. ഫാലിമി അത്യാവശ്യം ആ ഒരു സീന് കുറേ ട്രോളർമാരാണ് എന്നെ ഏറ്റെടുക്കുന്നത്. സത്യം, ട്രോളർമാർ ഏറ്റെടുത്താൽ രക്ഷപ്പെട്ടു. ഞാൻ എപ്പോഴും വിചാരിക്കും ട്രോളർമാരാണ് എന്നെ ഏറ്റെടുക്കുന്നത്. അല്ല, ഈ ട്രോളർമാര് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അവര് നമ്മളെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കേറില്ല. വ്യസന സമേതം ട്രോളർമാരാണ്. ഫാലിമി കഴിഞ്ഞ് പിന്നെ വ്യസന സമേതം വളരെ ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഞാൻ ത്രൂ ഔട്ട് വരുന്നുണ്ട് വ്യസന സമേതത്തിൽ. ഗിരിജ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തത്. അത് ഫാലിമി കഴിഞ്ഞിട്ട് പിന്നെ കൃഷാന്തിൻ്റെ ഒരു വർക്ക് ചെയ്തു ഞാൻ. ഒരു വെബ് സീരീസ് സോണി ലിവിന് വേണ്ടിയിട്ട്, സംഭവ വിവരണം 4 സംഘം എന്ന് പറഞ്ഞിട്ട്. അത് നല്ല ഇതായിരുന്നു, നല്ല പ്രോജക്റ്റായിരുന്നു. അത് കൃഷാന്തിൻ്റെ കൂടെ ഒരു നല്ല അനുഭവമായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാനും ഒക്കെ. ഫാലിമി കഴിഞ്ഞിട്ടാണ് കൃഷാന്ത് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. വ്യസന സമേതം ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കുറേ ട്രോളന്മാരത് ഏറ്റെടുത്തു, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഈ അമച്വർ നാടകത്തിലൊക്കെ അഭിനയിക്കുക അതൊരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആണല്ലോ. പ്രൊഫഷണൽ നാടകത്തിനാണെങ്കിൽ അതിനും വേറൊരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ റോഡിൽ കാണുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, നാടകം ചെയ്യുമ്പം ആ ഒരു സർക്കിളിലുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളായിരുന്നു, എന്നെ അറിയാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പുറത്തിറങ്ങിയാൽ ഒരുപാട് ആൾക്കാർ. പിന്നെ ഞാൻ ചാനലിൽ കൗമുദിക്ക് വേണ്ടിയിട്ടും ഒക്കെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം അങ്ങനെയല്ല, മൊത്തം മാറിയിട്ടുണ്ട്. സന്തോഷമാണ് നമുക്ക് ആൾക്കാർ തിരിച്ചറിയുകയും അവർ ഓടി വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പം പറയുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷമാണത് കാണുമ്പോഴത്തേക്കും ഒക്കെ. വിചാരിക്കാത്ത ഒരു കാര്യമാണ് അതൊക്കെ. ഇപ്പോൾ ഏതാണ്ടൊരു നിരന്തര സാന്നിധ്യമായിട്ട് മാറിയിട്ടുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ ഇത് മറ്റേ ഇല്ലപ്പടത്തേക്ക് കണ്ടാണ്. ഒരുപക്ഷെ പേരിനെയൊക്കെ ആയിരിക്കും ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങുക. ഒരു 3-4 പടത്തിലൊക്കെ കണ്ടതിന് ശേഷം പുള്ളിയുടെ പേരെന്താ എന്നൊക്കെ അന്വേഷിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇപ്പം റീന ഇന്ദ്രായണി എന്ന പേരുകാരി നടി എത്തിയിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും വളരെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഒരു നോട്ടത്തിൽ പോലും മറ്റതുപോലെ ആവരുത് എന്നൊക്കെ. കാരണം അതെനിക്കൊരു ഇതാണ്. ഞാൻ ചെയ്യുന്ന വ്യസന സമേതം പോലെ ആവരുത്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. പക്ഷേ നമ്മൾ ചെയ്യുമ്പം ചെറിയ ചെറിയ മാനറിസങ്ങളും ചെറിയ ചെറിയ ഭാവങ്ങളും നോട്ടങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കണം എന്ന് അതെല്ലാ ആക്ടേഴ്സും വിചാരിക്കുന്നതാണ്. അപ്പം ഞാനും അങ്ങനെ വിചാരിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പം വ്യസന സമേതം കഴിഞ്ഞിട്ട് വാഴ ഇറങ്ങിയപ്പം പലരും വിളിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത് വ്യസന സമേതത്തിൽ ആളേ അല്ല കേട്ടോ. വാഴയിൽ വേറെ ആളായിട്ടാണ് തോന്നുന്നത്. വാഴയിൽ ആ ആളല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഞാൻ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ഉണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് ഉള്ളിൽ. അങ്ങനെ പറയുന്നവരുണ്ടെന്നുള്ളൊരു ഭാഗ്യമാണെന്ന് കൂടെ തോന്നുന്നില്ലേ? അല്ല, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. വാഴയും വ്യസന സമേതവും കണ്ടതിന് ശേഷം അതല്ല ഈ പറഞ്ഞ നമ്മളിങ്ങനെ സ്റ്റെപ്പ് വെച്ച് പോകുന്ന സമയത്ത് ചിലർ കണ്ടില്ലെന്നടിക്കും. പക്ഷേ വിളിച്ചിട്ട് ഞാനിത് കണ്ടു, ഇത് നന്നായിരുന്നു എന്ന് പറയാൻ മനസ്സുള്ള ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലർ പറയാൻ ഇത് അതേ അല്ല എന്നെനിക്ക് തോന്നി എന്ന് പോസിറ്റീവായി പറയാൻ പറ്റുന്ന ഒരു സർക്കിൾ നമുക്കുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ആണ് അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കും, പലരും പോസിറ്റീവ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറയാൻ, കാരണം എങ്കിലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ലത് മാത്രം പറയുമ്പോഴത്തേക്കേ ഭയങ്കര സന്തോഷമാണ്. അതെനിക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണം, കേൾക്കാൻ
ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു വിഷമം തോന്നും. ആദ്യം നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ വിഷമം തോന്നുന്നില്ല. കാരണം ഞാൻ കറക്റ്റ് ആക്കാനാണ് അവരത് പറയുന്നതെന്നുള്ള ഒരു ഇത്. എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരൊക്കെ പറയുമ്പോൾ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഞാൻ സമ്മതിച്ചൊന്നും കൊടുക്കില്ലായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ അത് അവർ പറയുമ്പോഴത്തേക്ക് ഈ ഇൻ്റർവ്യൂവിൽ പോലും, ഞാൻ പണ്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ എപ്പോഴും ചിരിക്കുമായിരുന്നു ഇൻ്റർവ്യൂ. അല്ല ചിരിക്കും, അല്ല ഇപ്പം ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം അത് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം, അത് അപ്പം അതൊരു വലിയ കാര്യം തന്നെയാണ് അവർ പറയുമ്പോൾ. നമ്മൾ കുറച്ചും കൂടെ ആഴത്തിലിറങ്ങിയ ഒരു സിനിമാ ലോകം എങ്ങനെയുണ്ട്? സിനിമാ ലോകം ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് സിനിമയ്ക്കകത്ത് വരുത്തേണ്ടുന്ന പരിഷ്കാരങ്ങൾ. എനിക്കറിയാവുന്ന റീന നല്ല പരന്ന വായനയുള്ള ആളാണ്. വായനയൊക്കെ കുറവാണ് ഇപ്പൊ, ഒരുപാട് കാലമായി. അല്ല ഞാൻ പറയാം, നമുക്ക് നീണ്ട കാലത്തെ പരിചയം കൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. റീന നല്ല വായനയുള്ള ആളാണ്. റീന പൊതുവേദികൾ ഒരു ആക്ടിവിസ്റ്റ് എന്നോണം ഇടപെടുന്ന ആളാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായും സിനിമയ്ക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. സിനിമയ്ക്ക് ഉള്ളിൽ നടന്ന സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സിനിമയ്ക്ക് ഒരു ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വേണം, അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം വേണം, ഒരു നിരീക്ഷണം ഉയർന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മേൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചുണ്ടാകണം എന്നൊരു ബോധം ഇപ്പോൾ പൊതുവേ ഉണ്ട്. ഇപ്പോൾ സിനിമകളിൽ ഇങ്ങനെ സജീവമാകുമ്പോൾ കൂടുതൽ ദിവസങ്ങൾ ഒരു സെറ്റിൽ തങ്ങി അഭിനയിക്കേണ്ടി വരുമ്പോഴാണ് അതൊക്കെ കാര്യമായി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപ്പറ്റിയാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമകളിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. ഞാൻ വളരെ ചുരുക്കം സിനിമകളിലാണ്, എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആ സിനിമകളെല്ലാം വിജയിക്കുകയും അതിൻ്റെ ഭാഗമാകാൻ പറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ളതും. എനിക്കിപ്പം ഈ വാഴ 30 ദിവസം ഉണ്ടായിരുന്നു എൻ്റെ ഷൂട്ട്. പക്ഷേ എനിക്കങ്ങനെ അവിടെ നിന്നൊരു വേറൊരു അനുഭവമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും അതിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കങ്ങനെ സിനിമാ ലോകത്തുനിന്ന് അങ്ങനെ എനിക്ക് മോശമായിട്ടൊരു അനുഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാറിയിട്ടുണ്ട് സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഞാനങ്ങ് ആഴത്തിലൊന്നും ഇറങ്ങി ചെല്ലാറായിട്ടില്ല. മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരു സെറ്റിൽ കുറച്ച് ദിവസങ്ങൾ നിൽക്കേണ്ടി വരുമ്പോഴോ, അല്ലെങ്കിൽ നമുക്കൊരു അവസരം ലഭിക്കാൻ വേണ്ടി നമ്മൾ വഴങ്ങേണ്ട സാഹചര്യം ഉണ്ട് എന്നാരെങ്കിലും പറയുകയോ, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളിലാണ് പലരും ഈ പറഞ്ഞതുപോലെ അടുത്തിടയ്ക്ക് തന്നെ പല ആരോപണങ്ങളും വന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര ഇപ്പോൾ ഇല്ല. ഒരു അടിച്ച് തളിച്ച് ശുദ്ധികലശം വരുത്തിയൊരു രീതി ഉണ്ടോ എന്നാണ് സെറ്റിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതുവരെ അങ്ങനെ ഒരു മോശം, അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇന്നത്തെ അല്ല നേരത്തെ ഒരുപാട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാറായിട്ടില്ല. കാരണം ഞാൻ അതിനകത്തങ്ങോട്ട് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു കണ്ണി മാത്രം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ ഇതിനകത്തുള്ളതും ഒക്കെ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിപിൻ ദാസിൻ്റെ പ്രൊഡക്ഷനിലാണ് കഴിഞ്ഞ 3 വർക്കുകളും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തത്. കാരണം എന്നെ അറിയാവുന്ന ആൾക്കാരാണ്, എനിക്ക് ഭയങ്കര സേഫാണ് അവരുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നേരത്തെ കഴിഞ്ഞ വർക്കിലുള്ള ആൾക്കാർ തന്നെ അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയും ചേച്ചി ആ ഒരു ഇത്. പിന്നെ എൻ്റെ വർക്ക് കണ്ടിട്ടാണ് അവരെടുത്തത് വിളിക്കുന്നത്. അപ്പം ഞാനങ്ങനെ പുറത്തങ്ങനെ വേറെ വർക്കുകൾ അങ്ങനെ ഇപ്പോൾ കൃഷാന്തിൻ്റെ വർക്കായാലും പുറത്തുള്ള ഒരാളുടെ ആണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര സേഫായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എനിക്കങ്ങനെ പറയാറായിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞ മനസ്സിലായി, എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. നമ്മൾ അത് അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. എങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാറും ആയിട്ടില്ല, ഞാൻ സംസാരിക്കാനും വളർന്നിട്ടില്ല. അല്ല, അതിനൊരു വളർച്ച വേണ്ട. ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മളൊരു പക്ഷേ സിനിമയിൽ നിരന്തരം അഭിനയിച്ചുകൊണ്ടിരുന്നിട്ടില്ല നേരത്തെ. ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ സെറ്റുകളിൽ നിന്ന് അഭിനയിക്കേണ്ട സാഹചര്യം. ഒരു സീൻ അഭിനയിക്കാൻ ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം ഒരു സെറ്റിൽ ഉണ്ടായാൽ മതി. പക്ഷെ കൂടുതൽ സീനുകൾ അഭിനയിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ദിവസങ്ങൾ നമ്മൾ തങ്ങേണ്ടി വരും. പക്ഷെ അതൊക്കെ നമുക്ക് വളരെ പരിചിതമായ സാഹചര്യത്തിലായതുകൊണ്ട് ഇത് അസസ് ചെയ്യാറായിട്ടില്ല എന്നാണ് റീന പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പൊതുവേ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ മാറിയ ചില സാഹചര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. അത് ഫീൽ ചെയ്തോന്നാണ് ചോദിച്ചത്. ആ ഒരു സേഫ്റ്റി കിട്ടത്തക്ക തരത്തിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇപ്പോൾ സിനിമയിലേക്ക് വരാം, നോ ഇഷ്യൂസ് ഹിയർ എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണോ
റീന കണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യങ്ങളും ഞാൻ നോക്കാറില്ല. അഭിനയിക്കുക, നേരെ വന്ന് റൂമിലിരിക്കുക, സത്യമായിട്ടും. എന്നിട്ട് എൻ്റെ ഫോണാണ് എന്നെ പലപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. ഫോണിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, പിന്നെ ഞാൻ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, വൈകിട്ട് പുറത്ത് പോവുക ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ കൂടുതൽ അങ്ങ് ഇറങ്ങി തിരിക്കില്ല. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ വിഷയങ്ങൾ കേൾക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ വേറെ ആൾക്കാരുമായിട്ട് സഹകരിക്കില്ല എന്നല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി റൂമിലിരിക്കുക, വേറെ ഒന്നും. പക്ഷേ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഒരു ഇതിനു വേണ്ടി വഴങ്ങി കൊടുക്കേണ്ടവരും ഒക്കെ. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനകത്തൊന്നും പെടാതെ എവിടെയെങ്കിലും ഞാൻ എൻ്റെ കാര്യം കഴിയുക, ഞാൻ പോവുക എന്നുള്ളതാണ്. കാരണം എനിക്കിതുവരെ അങ്ങനെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്ത ഒരിടത്തുനിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യാനും പോകുന്നത്, വേറെ ആരെയും കൊണ്ടുപോകാറുമില്ല. ഇനി ഉണ്ടാവാം നാളെ ഒരു സമയത്ത്, പറയാനും പറ്റും. ഉണ്ടാകാതിരിക്കാം. ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നേരിടും. ഞാൻ അതിന് നന്നായിട്ട് പ്രതികരിക്കുന്ന ആളുമാണ്. ഞാനങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ല. പമ്മി ഞാൻ സൈഡ് വഴി പോവുമെങ്കിലും എൻ്റെ നേരെയോ എനിക്കറിയാവുന്ന ആൾക്കാരുടെ നേരെയോ എന്തെങ്കിലും ഞാൻ കാണുകയുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ഈ പ്രതിഫലമൊക്കെ എത്രയാണ് കിട്ടിയതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എങ്കിലും പ്രതിഫലം കൂടുതലൊക്കെ കിട്ടി തുടങ്ങിയോ? ഇപ്പം വാഴ വന്നതിന് ശേഷം കൂടുതൽ റേഷൻ കാർഡൊക്കെ ആൾക്കാർ മറ്റേത് റേഷൻ കാർഡ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള ഒരു ഇതില്ല. വാഴ വന്നതിന് ശേഷം ഇങ്ങോട്ട് പറയാനുണ്ട്, എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. റീന ഞങ്ങൾക്ക് ഇത്ര ഇന്ന സിനിമയാണ്, ഇത്ര ഡേറ്റ് ഇത്ര ഡേയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തരത്തിൽ നമ്മളെ പേയ്മെന്റിന്റെ കാര്യത്തിലായാലും ഭയങ്കര ഇതായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ആൾക്കാർ വിളിക്കുമ്പോഴത്തേക്കൊക്കെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഭാവിയിലേക്കാണ് നമ്മളിപ്പം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, വളരെ ചുരുക്കം സിനിമയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിലും ഞാനിപ്പം ഇപ്പം വരുന്ന ക്യാരക്ടേഴ്സും ഒക്കെ അവർ സംസാരിക്കുന്നതും പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുന്നതും ഒക്കെ പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ എല്ലാവരും ഡയറക്ടേഴ്സ് തന്നെയാണ് എല്ലാ പടങ്ങളിലും വിളിക്കുന്നത്. ചാൻസ് അങ്ങോട്ട് ചോദിക്കാറുണ്ടോ? ഞാൻ ഇതുവരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചെയ്യുമ്പോൾ എന്നെ കൂടെ വിളിക്കണേ, എന്നെ ഓർമ്മിക്കണേ എന്നൊക്കെ പറയും. കുറച്ച് പേരിങ്ങനെ അടുത്ത സർക്കിളിലുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ സിനിമയിൽ. അടുത്ത സിനിമയിൽ ഞാൻ കാണുമായിരിക്കുമല്ലോ, നമ്മൾ വിളിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അവർക്ക് പറ്റിയ ആൾക്കാർ, അവരുടെ ക്യാരക്ടറിന് പറ്റിയ ആൾക്കാരല്ലേ. എല്ലാം നമ്മൾ തന്നെ ഇപ്പം ഇത് ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും നിർബന്ധമില്ല. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ട്. പിന്നല്ലാതെ അത് വേണമല്ലോ. കാരണം ഇപ്പം അവർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പറ്റിയ അവരുടെ സിനിമ, അവരുടെ വിജയം, അവർക്ക് പറ്റിയ ആൾക്കാരാണ്, അവരുടെ ക്യാരക്ടറിന് പറ്റിയ ആൾക്കാർ. അവർക്ക് പറ്റിയല്ല, അവരുടെ ക്യാരക്ടറിന് പറ്റിയ ആൾക്കാരല്ലേ അവർ വിളിക്കുള്ളൂ. എന്നെ വേണമെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്നെ തന്നെ വിളിക്കും. ചാൻസ് ചോദിക്കുന്നത് തെറ്റില്ലെന്നാണ് മമ്മൂട്ടിയും സൈജു കുറുപ്പൊക്കെ പറയുന്നത്. തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ പലരും എൻ്റെ സുഹൃത്തുക്കളെ പറയും, ഇങ്ങനെ വീട്ടിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവരും വിളിക്കണം. എങ്ങനെ വിളിക്കും? രാവിലെ കഴിച്ച് ഓരോ ഡയറക്ടർമാരെ വിളിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴെപ്പോഴും ഇതൊരു ശല്യമാണ്. എങ്ങനെയാണ് ഈ വിളിച്ചോർമ്മപ്പെടുത്തല്? വിളിച്ചൊന്നും ഓർമ്മപ്പെടുത്താറില്ല. കാരണം ഓർമ്മപ്പെടുത്തലെന്ന് പറഞ്ഞാൽ അടുത്ത പടത്തിൽ എന്നെ പരിഗണിക്കണേന്നല്ല, സാറേ ഞാനിവിടെ ഉണ്ടേ എന്നുള്ള. അല്ല, എനിക്ക് തോന്നുന്ന അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കും. ഒരു കുഞ്ഞു ക്യാരക്ടർ ആണെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നമ്മളെ ഓർത്ത് വെക്കും, അവർ വിളിക്കും. പിന്നെ ഇങ്ങനെ എന്നും വിളിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ശ്രീനിവാസൻ ഉദയനാട് താരത്തില് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓർമ്മിപ്പിക്കാത്ത വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ പറയും പോലെ. ഈ മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാർ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാണ് അവരത്. ഞാൻ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്ന ആളാണ്. അത് പക്ഷേ ആധികാരികമായിട്ടാണ് മമ്മൂട്ടി പറയുന്നത്. മമ്മൂട്ടി ആരോടാണ് ചാൻസ് ചോദിക്കുന്നത്? ആ വ്യത്യാസമുണ്ട്. മമ്മൂട്ടിക്കത് പറയാം. മമ്മൂട്ടി ചാൻസ് ചോദിക്കുന്നത് നീ അടുത്ത പടം ചെയ്യും, അസിസ്റ്റന്റ് ഡയറക്ടർ എടുത്ത് നിനക്ക് ഞാൻ ഡേറ്റ് തന്നിരിക്കുന്നു, ഇതാണ് പുള്ളിയുടെ ചാൻസ് ചോദിക്കൽ, അല്ലാതെ എനിക്കൊരു വേഷം തരുമോന്നല്ലല്ലോ. പക്ഷേ സൈജു കുറുപ്പൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാനിവിടെ ഉണ്ട്, നിങ്ങളിങ്ങനെ ഒരു പടം ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു, അപ്പോൾ എനിക്ക് അതിലൊരു വേഷം തരുമോ? നല്ല കാര്യമാണ്.
കാര്യമാണ് അങ്ങനെ ചോദിക്കുന്നതും നമ്മൾ വിളിച്ചിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അവരിനി എന്നെ വേറെ പ്രശ്നമല്ല, അവർ ഞാനിനി ഒരു ശല്യമാവോ എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളങ്ങനെ എപ്പോഴും വിളിക്കുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് വെക്കും, വേണമെങ്കിൽ എടുക്കാതാവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിളിക്കാറില്ല. പിന്നെ ഈ സവിനൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്താണ്, സവിൻ വാഴയുടെ. അപ്പം എപ്പോഴും വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ. അപ്പം പിന്നെ അവർക്ക് ഓർമ്മ കാണുമല്ലോ, സവിനായാലും വിപിൻ ദാസ്, വിപിനൊക്കെ. ഇപ്പം ഞാൻ ചെയ്ത എനിക്ക് തോന്നുന്നു എല്ലാ ഡയറക്ടേഴ്സും, നിതീഷ് ആയാലും കൃഷാന്ത്, അവർക്കൊക്കെ നന്നായിട്ട് ഇപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറും മെസ്സേജ് ചെയ്യാറും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. അപ്പം വിപിൻ ദാസ് ആയാലും തിരക്കിൻ്റെ ഇടയിൽ വിളി കുറവാണെങ്കിലും ഞാൻ എന്തെങ്കിലും മെസ്സേജ് ചെയ്യും സിനിമയെക്കുറിച്ചോ എന്തെങ്കിലും. അപ്പം താങ്ക് യു ചേച്ചി എന്നോ എന്തെങ്കിലുമൊക്കെ പറയും അങ്ങോട്ട്. അപ്പം അവർക്ക് ഓർമ്മ കാണും. പിന്നെ ഇനി പുതിയ ആൾക്കാർക്ക് ഇപ്പം എല്ലാവരും അതാത് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ സ്വന്തം പഞ്ചായത്ത്, അതുകൊണ്ട് സ്വന്തം പഞ്ചായത്ത് അത് കവർ ചെയ്തിട്ടും നമ്മളെ ചിലരൊക്കെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചിലർ കാണുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നടി, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ഘട്ടം കൂടെ പിന്നിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഫാലിമി വഴി, വ്യസന സമേതം ബന്ധുമിത്രാദികൾ വഴി, വാഴ 2 വഴി, ഇതായിപ്പോൾ അതിരടി ഞാൻ ബേസിലിൻ്റെ കൂടെ ഫാലിമി കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. എനിക്കത് ഭയങ്കര സർപ്രൈസാണ്. അതിരടിയുടെ അവിടെ നിന്ന് വിളിച്ചത്, പ്രൊഡക്ഷനിൽ നിന്ന് എന്നെ വിളിച്ചത്. ബേസിലിൻ്റെ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ, ബേസിലിൻ്റെ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞപ്പോൾ ഡബിൾ ഓക്കെ ആയിരുന്നു. കാരണം ഫാലിമി കഴിഞ്ഞിട്ട് എൻ്റെ ആ സീൻ ആദ്യം ബേസിലിൻ്റെ പേജിലാണ് ബേസിലിട്ടത്, ഇങ്ങനെ ഉഷമാമി മറ്റേ ആ സീനില്ലേ. അപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ പോയി ബേസിലിൻ്റെ പേജിൽ, ആ സീന് മാത്രം ബേസിലിട്ടു. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി, ബേസിലിട്ടല്ലോ എന്നുള്ളത്. തന്നെയല്ല, ബേസിലിനൊരു അക്സെപ്റ്റൻസും ഉണ്ട് സൊസൈറ്റിയിൽ. ബേസിലിന് അങ്ങനെ ഒരു വിവാദമൊന്നുമില്ല, ഒരു ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനുള്ളൊരു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3-4 ദിവസമേ ഉള്ളുവായിരുന്നു ഒന്നിച്ച്. പക്ഷെ ഭയങ്കര നന്നായിട്ട് ഒരു കാര്യം, ബേസിലിന്റെ പ്രതിഭയെ സംബന്ധിച്ച് മലയാളി ഓൾറെഡി അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബേസിൽ ഒരു സിനിമ കൺസെപ്റ്റുമായിട്ട് എന്ത് പറഞ്ഞാലും അതൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നു, അതിന്റെ കൂടെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിരടിയുടെ സമയത്തും അയ്യോ ഞാൻ പിന്നെ എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഇതുപോലെ ആളുടെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ ആ നമ്പർ വിളിച്ചിട്ട് എവിടെ ബേസിലൊക്കെ ഇടാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് ബേസിലിനെ കാണുന്നത്, ഇനി എപ്പോൾ കാണുന്നത് എന്നൊക്കെ വിചാരിച്ച് അടുത്തൊരു പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുമോ എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അതിരടിയിൽ നിന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബേസിലുണ്ടാവുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പം അതിന് ശേഷം അതിരടി ഞാൻ ഷൂട്ടിന് പോയ സമയത്ത് ബേസിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റി, ഒന്നിച്ച് ആക്ട് ചെയ്യാനും പറ്റി. ഒരു സീനിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ശരി, അപ്പോൾ ഇനി അതിരടി വഴി അടുത്ത ഇടങ്ങളിലേക്കൊക്കെ പോകട്ടെ, സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞ് കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്. അല്പസമയം സീ മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചതിൽ സന്തോഷം, വളരെ സന്തോഷം. എല്ലാ ആശംസകളും. എന്നെ വിളിച്ചതിന് നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.